നമസ്കാരം സനുജി. സമീപകാലത്ത് ഒരു സർക്കാരിനേറ്റ് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് തിരുപ്പറംകുന്றம் വിഷയത്തിൽ DMKക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഒരു സർക്കാർ തന്നെ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ നോക്കുന്നു, അതിൽ നിന്ന് തങ്ങൾ നേട്ടം കൊയ്യാൻ നോക്കുന്നു എന്നുള്ളൊരു വലിയ തിരിച്ചടി. അവിടെ ദീപം തെളിയിക്കുവാനായിട്ട് വിധി വന്നിരിക്കുകയാണ്. അതായത് സർക്കാർ തന്നെ അതിന് വലിയ പിന്തുണ കൊടുക്കണം, കളക്ടറിൻ്റെ നേതൃത്വത്തിൽ തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് അല്ല, ഈ വിഷയം തുടക്കത്തിൽ തന്നെ പറഞ്ഞത് തിരുപ്പറംകുന്றம், തമിഴ്നാട്ടിലെ തിരുപ്പറംകുன்றത്താണ് ഈ ഒരു വിവാദ വിഷയം അരങ്ങേറിയത്. അന്ന് തന്നെ പറയുന്നുണ്ട് ഇത് രാമജന്മഭൂമിക്ക് സമാനമാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ശബരിമല വിഷയവുമായി ബന്ധപ്പെടുത്തിയൊക്കെ ഇതിനെ പറയുന്നുണ്ട്. അക്ഷരാർത്ഥത്തിൽ ഒരു കണക്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിയുമാണ്. കാര്യം ഈ രണ്ട് പുരാതനമായ സ്ഥലങ്ങൾ നേരിട്ട അതേ പ്രശ്നം തന്നെയാണ് തിരുപ്പറംകുன்றത്തും നേരിടുന്നത്. ഈ ശബരിമല വ്യത്യസ്തമാണെങ്കിൽ കൂടിയും ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് സർക്കാർ മുൻകൈ എടുത്തപ്പോൾ അന്ന് വിശ്വാസികൾ എതിർത്തു. ഇത് തിരിച്ച് അവിടെ ഒരു ദീപം തെളിയിക്കുക എന്നുള്ളൊരു ആചാരം, അതിനുവേണ്ടി വിശ്വാസികൾ മുൻകൈ എടുത്തപ്പോൾ സർക്കാർ എതിർക്കുന്നു. പക്ഷേ അയോധ്യയ്ക്ക് സമാനമായി ഇവിടെയും ഒരു വിഭിന്നത ഉണ്ടാക്കാൻ സർക്കാർ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് മുതൽ ഇവിടെ ദീപം തെളിയിക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു. പക്ഷേ കാലാന്തരത്തിൽ അത് എങ്ങനെയോ അത് കൈമോശം വന്നു. അപ്പോൾ അതിന് സമീപമുള്ള ദർഗ, ആ ദർഗയ്ക്കാണ് ഈ സ്ഥലത്തെ ഒരു അവകാശം എന്നാണ് DMK സർക്കാർ വാദിക്കുന്നത്. പക്ഷേ അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം അവിടുത്തെ ഹിന്ദു മുന്നണി പ്രവർത്തകർ ചെല്ലുമ്പോൾ അവരുടെ ഒപ്പം നിന്ന ഒരു ജഡ്ജിനെ ഇംപീച്ച് വരെ ചെയ്യാനുള്ള നീക്കം അവിടെ നടന്നു, അല്ലേ? അദ്ദേഹത്തിൻ്റെ ആ വിധി അന്ന് വൈകിട്ടത്തിനകത്ത് അവിടെ കിട്ടാവുന്നുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദീപം തെളിയിക്കണം എന്നുള്ളൊരു വിധിയെ ഒന്നടങ്കം ചേർന്ന് നിന്നുകൊണ്ട് എതിർക്കുകയാണ് ചെയ്തത്. ഇവിടുന്ന് പ്രിയങ്ക ഗാന്ധിയൊക്കെ അതെ, അത് മാത്രമല്ല ഈ ജഡ്ജി വർഗീയവാദിയാണെന്ന് വരെ മുദ്ര കുത്തപ്പെട്ടു. ഇപ്പോൾ ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ DMK സർക്കാരിന് ഒന്നാകെ ഇപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. ഇത് വിശ്വാസികളുടെ ഭൂമികയാണ്, അവിടെ ദീപം തെളിയിക്കാൻ വിശ്വാസികൾക്ക് മാത്രമാണ് അവകാശം. അതുകൊണ്ട് സർക്കാർ തന്നെ അതിന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ കോടതി വിധി. ഇപ്പോൾ ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു ഇരുട്ടടിയേറ്റ മട്ടിലിരിക്കുകയാണ് DMK സർക്കാർ. ദേവസ്ഥാനം തന്നെ അവിടെ ദീപം തെളിയിക്കും, ദേവസ്ഥാനം ദീപം തെളിയിക്കില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇപ്പോഴും അവർ അത്തരം വാദഗതികളിലാണ് ഇപ്പോഴും DMK ഉറച്ചു. അല്ല ഹരി, നോക്കൂ, ഈ സ്റ്റാലിൻ വന്നതിന് ശേഷം എത്ര രീതിയിലുള്ള ഹൈന്ദവ വിരുദ്ധമായ കാര്യങ്ങളാണ് തമിഴ്നാട്ടിൽ അരങ്ങേറിയതെന്ന് നമ്മൾ നോക്കുക, അല്ലേ? ഇപ്പം ഏറ്റവും ഒടുവിൽ അവിടെ ഒരു മുരുക സംഗമം നടന്നു. അതിനെപ്പോലും ഏതെല്ലാം രീതിയിലാണ് ഇവർ അവഹേളിക്കുകയും വളച്ചൊടിക്കുകയും ഒക്കെ ചെയ്തത്. മാത്രമല്ല സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെ കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം ഹൈന്ദവരെ തള്ളിപ്പറയുകയും ഹൈന്ദവ വിശ്വാസത്തെ അപകീർത്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. അത് വളരെ വ്യക്തവുമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വൈറസ് ആണെന്നൊക്കെ പറഞ്ഞു. അതെ, ഒരുപക്ഷെ ഇവിടെ പിണറായി വിജയനൊന്നും അത്രയും തുറന്നു പറയാനുള്ള ഒരു ധൈര്യം കാട്ടാറില്ല. പക്ഷേ അവിടെ സ്റ്റാലിൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എന്തും തുറന്നു പറയാമെന്നുള്ള രീതിക്ക് ഇത് പറയുകയാണ്. ഇത് വലിയ രീതിയിലുള്ള കടുത്ത ജനരോഷത്തിന് തന്നെ കാരണമായിട്ടുണ്ട്. ഒരുപക്ഷെ സ്റ്റാലിനെ ഇപ്പോൾ ഒരു പൊതു സദസ്സിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള എതിർപ്പ് തമിഴ്നാട്ടിൽ പ്രകടമാക്കി തുടങ്ങിയിട്ടുണ്ട് പലയിടത്തും. തമിഴ്നാട്ടിലെ ഒരു രാഷ്ട്രീയമൊക്കെ നമുക്കറിയാം. അപ്പോൾ ആ രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ മാറി എന്താണ് തങ്ങളുടെ പണ്ട് ഒരു കിറ്റ് കൊടുത്ത, ഇപ്പോഴാണ് ഇവിടെ കേരളത്തിലൊക്കെ കിറ്റ് ഹിറ്റായി തുടങ്ങിയത്. പണ്ട് തമിഴ്നാട്ടിലുള്ളവർക്ക് ഇതുപോലെ എന്തെങ്കിലും ഫ്രീ ആയി അവർക്ക് അരിയോ മറ്റെന്തെങ്കിലും സാധനങ്ങൾ കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു സിനിമാ നടനോ നടിയോ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ജനതയായിരുന്നു തമിഴ് വിഭാഗം. അവരെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ അത്ര ഒരു എന്താ പറയാൻ, അത്രയ്ക്കേ ഉള്ളൂ അവരുടെ മനസ്സ്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഈ മാറുന്ന കാലത്തിനൊപ്പം സഞ്ചരിക്കുകയും സമൂഹ മാധ്യമങ്ങൾക്കൊപ്പം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന തമിഴ് ജനതയും ഇന്ന് ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈന്ദവ ജനതയ്ക്ക് നേരെ അവിടെ DMK സർക്കാർ കാലാകാലങ്ങളായി നടത്തുന്ന പ്രവർത്തനങ്ങളും സ്റ്റാലിനും അദ്ദേഹത്തിൻ്റെ മകനുമൊക്കെ നടത്തിയ ഹൈന്ദവ വിരുദ്ധ പരാമർശങ്ങൾക്കുമെതിരെ കിട്ടാവുന്ന സമയങ്ങളിലൊക്കെ ഇപ്പോൾ ശക്തമായി തന്നെ തിരിച്ചടിക്കുകയാണ് അവിടുത്തെ ഹൈന്ദവ ജനത. അല്ല, ഇത് ഒരു തെറ്റിദ്ധരിപ്പിയായിരുന്നു കാലങ്ങളോളം. ഇത് സനോജി പറഞ്ഞ ഒരു കാര്യത്തിനപ്പുറം അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞാൽ ഇവർ കാലങ്ങളോളം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു അവരുടെ ഹിന്ദു സമൂഹത്തെ. നിരീശ്വരവാദത്തിൻ്റെ പേരിൽ അവരുടെ ജാതി സമൂഹം ഇത് മൊത്തം ബ്രാഹ്മണിക്കലായിട്ടുള്ള, അതായത് ഉത്തരേന്ത്യൻ വിശ്വാസങ്ങളാണ്, അതായത് സിക്കിന്ദർ മലയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അവർ നടത്തിയത്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് തത്വമയി തന്നെ നമ്മളെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ആയിട്ട് നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ആ മല തിരുപ്പറംകുന്றம் മല എന്ന് പറയുന്നത് മുരുകൻ്റേതാണ്. അത് ചരിത്രാതീത കാലത്തോളം പഴക്കമുള്ള ഒരു വിശ്വാസവും ആചാരവുമാണ്, അത് സത്യവുമാണത്. അപ്പോൾ അവിടെ അത് പിന്നെ എങ്ങനെയാണ് സിക്കിന്ദറിൻ്റെ മലയാകുന്നത്?
കേവലം ഒരു 40 വർഷത്തോളം മാത്രമേ ഈ സുൽത്താനായിട്ട് അവിടെ ഭരണം നടത്തി. ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? അതെ. ഇപ്പം ശബരിമല നമുക്കറിയാം, അത് അയ്യപ്പന്റെ മലയാണ്. നാളെ അത് വാവർമല എന്നുള്ള പേര് ആരെങ്കിലും സ്ഥാപിച്ചു കഴിഞ്ഞാൽ ശ്രമിക്കുമോ? അതിനുള്ള ശ്രമമാണ് ഇന്നലെ അവിടെ തടഞ്ഞത്. ഇന്നലെ ശബരിമല വലിയാളപ്പന്തലിൽ ഒരു ചന്ദ്രക്കല പതിച്ച പച്ച കൊടികെട്ടുകയുണ്ടായി. വലിയ വാർത്തയായിട്ടില്ല. നമ്മുടെ ഇവിടുത്തെ ഒരു മാധ്യമങ്ങളും ആ വാർത്ത പുറത്തുവിട്ടിട്ടില്ല. ഇത് വലിയ രീതിയിലുള്ള ജനരോഷമാണ് അവിടെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ നിമിഷങ്ങൾക്ക് ആ കൊടി അവിടുന്ന് അഴിച്ചു മാറ്റിച്ചു. ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചില 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 എന്താ പറയുക, ഇത് ശബരിമല ആരുടെ മലയാണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ പിന്നെ എന്തിനാണ് മറ്റൊരു ചിഹ്നം കൊണ്ട് സ്ഥാപിച്ചുകൊണ്ട് അത് അവരുടെ ഭൂമികയാണെന്ന് വരുത്തി തീർക്കാൻ ഒരു ശ്രമം നടത്തുന്നത്? അതിന് സമാനമാണ് ഇപ്പോൾ ഈ തിരുപ്പുറംകുன்றത്തും അരങ്ങേറിയിരിക്കുന്നത്. ചരിത്രാതീത കാലത്തോളം പഴക്കമുള്ള അല്ലെങ്കിൽ പൗരാണികമായി തന്നെ വളരെയധികം പ്രസിദ്ധമായ തിരുപ്പുറംകുன்றம், അത് മുരുകൻ്റെ മലയാണ്. അതെങ്ങനെയാണ് സിക്കിന്ദർ മലയായി മാറുന്നത്? അല്ല, ആ രീതിയിൽ പരിവർത്തനം ചെയ്തെടുക്കാനുള്ള എല്ലാ പദ്ധതികളും അവർ ആവിഷ്കരിച്ചു എന്നുള്ളതാണ്. അതായത് അവിടെ മാംസാഹാര ബിരിയാണി വെച്ച് വിതരണം ചെയ്യാനുള്ള അനുമതി സർക്കാർ കൊടുത്തു. അവരാണ് ഈ ദീപം തെളിയിക്കുന്നതിനെ എതിർത്തത്. അത് എത്ര ക്രൂരമായിട്ടുള്ളൊരു നടപടിയാണ്. അതിനടക്കം ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അവിടുത്തെ ഇസ്ലാം മതവിശ്വാസികൾക്ക് അവർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല ഇത് അവരുടെ മലയാക്കി മാറ്റണമെന്ന്. പക്ഷെ DMK സർക്കാരിനാണ് അതിനകത്ത് ഒരു കടുംപിടുത്തമുള്ളത്. ഇത് ഇസ്ലാമിസ്റ്റുകളുടെ ആണ്, അല്ലെങ്കിൽ അവരുടേതാണ്, അവരുടെ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കേണ്ടതാണ്. അവിടെ കയറി ഹൈന്ദവർ പൂജ ചെയ്യാൻ പോയാൽ വർഗീയ സംഘർഷം ഉണ്ടാകുമെന്നാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോടതി ഇപ്പോൾ തിരിച്ചു ചോദിച്ചിരിക്കുന്നത് അതാണ്. ഒരാൾ അയാളുടെ വിശ്വാസം സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആ വിശ്വാസത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുമ്പോൾ അതിലെങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള വിദ്വേഷം ഉണ്ടാകുന്നത്, സംഘർഷം ഉണ്ടാകുന്നതെന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അതിന് കൃത്യമായി മറുപടി കൊടുക്കാൻ സർക്കാരിനായിട്ടില്ല. തീർച്ചയായും. ഇവിടെയാണെന്ന് തോന്നുന്നു ഈ അയോധ്യയുമായിട്ട് ഇതിന് വളരെ വലിയ കമ്പാരിസൺ വരുന്നത്. കാരണം അവിടുത്തെ ഇസ്ലാം മത വിശ്വാസികൾക്കൊന്നും അവിടെ രാമക്ഷേത്രം വരുന്നതിൽ ഒരു എതിർപ്പുമില്ല. എതിർപ്പുണ്ടായിരുന്ന മുഴുവൻ ഈ അയോധ്യയിൽ പോയി, അയോധ്യ നിലകൊള്ളുന്ന ഫൈസാബാദ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി അവിടുത്തെ മുസ്ലിമുകളുമായി സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അവർക്ക് രാമൻ കഴിഞ്ഞേ ഉള്ളൂ അവരുടെ റഹീം. അവർക്ക് രാമനാണ് അവരുടെ കാണപ്പെട്ട ദൈവം. അവിടെയുള്ള ഓരോ മുസ്ലിംകളും, അവിടുത്തെ തദ്ദേശവാസികളായ മുസ്ലിംസിന് ഒരാൾക്ക് പോലും രാമനെ വിശ്വാസമില്ലാതില്ല. അവർ ഹിന്ദുക്കളെ വളരെയധികം ബഹുമാനിക്കുന്നു. അവിടെ ദീപാവലി ഉൾപ്പെടെ അവിടെ കൊണ്ടാടുന്ന എല്ലാ ആഘോഷങ്ങളിലും പങ്കുകൊള്ളുന്നവരുമാണിത്. അപ്പോൾ ആർക്കാണ് ഇതിൽ വിരോധം? ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന, ശരിക്കും മതവിദ്വേഷം വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അതായത് രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, രാജ്യത്ത് അന്തഃഛിദ്രം ഉണ്ടാക്കുക എന്ന ലക്ഷ്യവുമായി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അവർക്കാണ് ഈ ഒത്തൊരുമിപ്പിൽ ഒരു ആശങ്ക വരുന്നത്. അവരാണ് ഇതിൻ്റെ ഇടയിൽ കയറിൽ പ്രശ്നമുണ്ടാക്കുന്നത്. സമാനമായി തന്നെയാണ് തമിഴ്നാട്ടിൽ ഇപ്പോൾ മറ്റിടത്ത് ഒരു ജനതയാണ് ചെയ്യുന്നതെങ്കിൽ തമിഴ്നാട്ടിൽ അത് ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്റ്റാലിൻ ഉൾപ്പെടുന്ന എന്താ പറയുക, രാഷ്ട്രവിരുദ്ധ ശക്തികൾ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, ഹൈന്ദവ വിരുദ്ധർ, അങ്ങനെയൊക്കെ നമുക്ക് വ്യാഖ്യാനിക്കേണ്ടി വരും. ഇവരുടെ കൃത്യമായ അജണ്ട ആയിരുന്നു ഈ അവിടുത്തെ ഇസ്ലാമികളുടെയും ഹൈന്ദവരെയും ഭിന്നിപ്പിച്ച് നിർത്തുക എന്നുള്ളത്. ഒരു കാരണവശാലും അവർ ഒരുമിക്കരുത്. അവർ അങ്ങനെ ഒരുമിച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്ക് തന്നെ ഉണ്ടാകും, അത് ഇവർക്കറിയാം. അപ്പം അതിനു വേണ്ടിയുള്ള ബോധപൂർവമുള്ള ഒരു ശ്രമമായിരുന്നു ഈ കാണുന്ന കാര്യങ്ങളെല്ലാം. അതവരുടെ വോട്ട് ബാങ്കിന് നഷ്ടം. ഇപ്പം PFI ഉണ്ടായിരുന്ന സമയത്ത് അവരും പിന്നീട് SDP തന്നെ തുറന്നു പറഞ്ഞു തങ്ങളുടെ ചുമലിലേറിയിട്ടാണ് സ്റ്റാലിൻ വിജയിച്ച് കയറിയത് എന്ന് അവർ പരസ്യമായിട്ട് തന്നെ. കേരളത്തിലെയും മുന്നണികൾ വ്യത്യസ്തമല്ലല്ലോ, ഇതുപോലെ തന്നെ അല്ലേ ഇവിടെയും ലീഗിന്റെയും SDP-യുടെയൊക്കെ ചുമലിൽ നിന്നുകൊണ്ടല്ലേ പലരും ഭരണത്തിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് അവർ പറയുന്ന കാര്യങ്ങൾക്ക് വിധേയരാകേണ്ടി വരുന്നത്. അവർ നടപ്പാക്കാൻ ശ്രമിക്കുന്ന അജണ്ടകൾ ഇവരിലൂടെ നടപ്പാക്കുമ്പോൾ ഇവർക്ക് ബോധപൂർവം കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട്. തമിഴ്നാട്ടിൽ പക്ഷേ അങ്ങനെയല്ല. സ്റ്റാലിനും മകനും ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. അവരുടെ പ്രഖ്യാപിതമായ നയം തന്നെ ഒരു ഹൈന്ദവ വിരുദ്ധത ആ സ്റ്റേറ്റിലുടനീളം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു അവരുടെ അജണ്ട തന്നെയാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എടുത്തു തന്നെ അല്ല, ഇപ്പോൾ ഏറ്റവും ആശ്വാസമുള്ളൊരു കാര്യം, ഈ വിശ്വാസികൾക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇപ്പോൾ ഏക ആശ്രയം കോടതി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കേരളത്തിൽ തന്നെ സ്വർണ്ണക്കൊള്ളയുടെ ഇത്രയും വ്യാപ്തി പുറത്തേക്ക് വരാൻ കാരണം കോടതി വളരെ അഡമൻ്റായിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഇതിലേതെങ്കിലും ഒരു ഘട്ടത്തിൽ കോടതി ഒരു അല്പം പിന്നാക്കാൻ പോയി കഴിഞ്ഞെങ്കിൽ ഇതൊക്കെയും ഈ കേസ് ഇങ്ങനെ ആയിത്തീരില്ലായിരുന്നു, ഇതെല്ലാം മറിയുമായിരുന്നു. അപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു പഴുതുപോലും ഓരോരുത്തരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയുടെ പടിയിൽ വരെ കയറി ഇറങ്ങി. ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നത് എന്തിനാ, ദൈവത്തിനും രക്ഷയില്ലാത്ത കാലം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട്
കോടതി, നമ്മുടെ നിയമ സംവിധാനം ഇക്കാര്യത്തിൽ ഇപ്പോൾ വിശ്വാസികൾക്കൊപ്പം അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസം ജനിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും തമിഴ്നാട്ടിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന ഈ ഒരു വാർത്ത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസദായകമായ ഒരു വാർത്ത തന്നെയാണ്. കാര്യം ഇതിൻ്റെ പേരിൽ കഴിഞ്ഞ മാസം 100-ലേറെ ഹിന്ദു മുന്നണി പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത് DMK സർക്കാർ, ഇല്ലേ? ശബരിമലയിലും ഇതുപോലല്ലേ, വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴല്ലേ നിരപരാധികളായ അയ്യപ്പ ഭക്തന്മാരെ അറസ്റ്റ് ചെയ്ത് കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ടിരുന്നത്. ഇപ്പോഴും എത്ര പേര് കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ പിണറായി കാണിക്കുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ കുറച്ചുകൂടി അതിൻ്റെ ഒരു വെർഷൻ മുകളിൽ നിൽക്കുന്ന കാര്യങ്ങളാണ് സ്റ്റാലിൻ അവിടെ ചെയ്യുന്നതെന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവർ തമ്മിൽ വലിയ ബന്ധമാണ്, അറിയാമല്ലോ. കാണുമ്പോൾ ഭയങ്കര കെട്ടിപ്പിടുത്തവും രംഗാത്തൊക്കെയാണ്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് സ്റ്റാലിനെ കൊണ്ടുവരാനിരുന്നതാണ്. പക്ഷേ നമ്മളിവിടുന്ന് വിശ്വാസി സമൂഹം വളരെ അഡമൻ്റായിട്ട് പറയുകയും സ്റ്റാലിൻ വന്നാൽ കൃത്യമായി എതിർക്കുകയും ഇത് അലങ്കോലമാവുകയെന്ന് ചെയ്യുന്നൊരു ഉറപ്പുള്ളത് കൊണ്ടാണ് സ്റ്റാലിനെ ഇവർ തന്നെ പറഞ്ഞ് മാറ്റിച്ചത് ലാസ്റ്റ് നിമിഷം. അല്ലെങ്കിൽ പദ്ധതി തന്നെ. അതെ. ഇപ്പോൾ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തിയാണ് ഈ അവസ്ഥ വരെ ആയത്. എന്തായാലും ഈ തിരുപ്പുറം കുണ്ട്രം വിഷയം അത് ഇനിയിപ്പോൾ എങ്ങനെയാണ് വിശ്വാസികൾക്ക് ഈ സർക്കാർ ഏത് രീതിയിലാണ് സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നതെന്നുള്ളതാണ് നമ്മൾ നോക്കി കാണേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും അവരുടെ കളക്ടറിനെ തന്നെ ഇതിൻ്റെ മേൽനോട്ടം വഹിച്ച് അത് വളരെ കൃത്യമായ രീതിയിൽ നടപ്പിലാക്കി കൊടുത്തേ മതിയാവുള്ളൂ. ഇപ്പോഴും DMK വാദിക്കുന്നത് അവിടെ ഇങ്ങനെയൊന്നും ഇല്ല, ഇത് വെറും അജണ്ടയാണ്, കോടതി പറയുന്നത് മോശമായിട്ടുള്ള കാര്യമാണ് എന്നുള്ള രീതിയിൽ തന്നെ. അത് മാത്രമല്ല ഹരി, ഇപ്പോൾ ഈ തിരുപ്പുറം കുണ്ട്രം ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള ജനതകൾക്ക് അറിയാം, പക്ഷേ പുറത്തുനിന്നുള്ളവർക്ക് അധികം അറിഞ്ഞുകൂടാത്ത ഇപ്പോൾ പഴനി പോലെയോ അത്ര പ്രശസ്തമല്ല തിരുപ്പുറം കുണ്ട്രം. അപ്പം പ്രശസ്തമാണ്, പക്ഷേ നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു സ്ഥലമല്ല. മുരുകൻ്റെ 6 പട വീടുകളിൽ ഒന്നാണ് ഈ തിരുപ്പുറം കുണ്ട്രം. അപ്പോൾ ഈ തിരുപ്പുറം കുണ്ട്രത്തിന് ഇപ്പോൾ വലിയൊരു പ്രചാരം കിട്ടിയിട്ടുണ്ട് ഈ കേസ് വന്നതോടുകൂടി. ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് അവിടുത്തെ ടൂറിസത്തിനായി ചെല്ലുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഈ തിരുപ്പുറം കുണ്ട്രം തേടിയെത്തുകയാണ്. ഒരു കണക്കിന് DMK സർക്കാർ ചെയ്തത് അത്തരത്തിൽ നല്ലൊരു കാര്യം കൂടിയാണ്. കാര്യം ഇത്തരത്തിലൊരു പുണ്യപുരാതനമായ സ്ഥലത്തേക്ക് ആവശ്യമുള്ളൊരു പ്രൊമോഷൻ അവരുടെ ചിലവിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഈ സർക്കാർ ഈ രീതിയിൽ പ്രൊമോഷൻ കൊടുത്തു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ തിരുപ്പുറം കുണ്ട്രത്തെക്കുറിച്ച് അറിഞ്ഞതുകൊണ്ട് മറ്റൊരു രീതിയിലുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. അതായത് കേരളത്തിൽ നിന്ന് തന്നെ SDPI പോലുള്ള സങ്കുചിതമായി പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിൽ ചില ആൾക്കാർ അവിടേക്ക് മാംസാഹാരവുമായിട്ട് പോകുന്ന ഒരു ഘട്ടം വരികയും അവരെ പ്രതിരോധിക്കേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് എന്നുള്ളതാണ്. ഇത് ഈ രീതിയിൽ ഒരു സൈഡിൽ വളരെ വലിയൊരു പോസിറ്റീവായിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോഴും ഭീകരവാദികൾ ആ കേന്ദ്രങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ഈ പറയുന്നത് പോലെ ഓരോ വിശ്വാസികൾക്കും ഓരോ മതവിശ്വാസത്തിൽപ്പെട്ടവർക്കും അവരുടെ വിശ്വാസ പ്രമാണങ്ങളും ആചാരങ്ങളും ഒക്കെ കൃത്യമായി പാലിച്ചു പോകാൻ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. അവിടെ എന്തിനാണ് നമ്മൾ മറ്റൊരാളുടെ ഭൂമി കൈയടക്കാൻ പോകുന്നതെന്നുള്ളത് മാത്രമാണ്. ഇവർക്ക് ആവശ്യമുള്ള സ്പേസ് അവർക്കുണ്ട്. ഇപ്പോൾ ഒരിടത്ത് ഒരു പള്ളി സ്ഥാപിക്കണ്ട എന്ന് ഇവിടെ പറയുന്നുണ്ടോ? ഇല്ലേ? ചരിത്രത്തിനനുസരിച്ചുള്ള ചില പൊളിച്ചു പണിയലുകൾ വേണ്ടി വന്നിട്ടുണ്ട്. അത് ആ ചരിത്രം അങ്ങനെ നിലനിർത്താൻ വേണ്ടി മാത്രം. അല്ലാതെ ഒരു വിശ്വാസ പ്രമാണത്തിന് നേരെയും ഒരു മറ്റു മതവിശ്വാസികൾക്ക് മേലെയും കുതിര കയറുന്നവരല്ല ഭാരതീയർ. എല്ലാവരും സ്വീകരിച്ചിട്ട് എല്ലാം വിശാല മനസ്സോടെ സ്വീകരിക്കുന്നവരാണ്. ഇവിടെ ഓണവും റംസാനും ക്രിസ്മസും ഒക്കെ ഒരുമിച്ച് ആഘോഷിക്കുന്ന ജനവിഭാഗമാണ്. അല്ലാതെ ഓണം ഒരു വിഭാഗത്തിൻ്റെ മാത്രമാണ്, ക്രിസ്മസ് ഒരു വിഭാഗത്തിൻ്റെ മാത്രമാണ്, റംസാൻ മറ്റൊരു വിഭാഗത്തിൻ്റെ മാത്രമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതല്ല. അപ്പോൾ അങ്ങനെ വിശാലമായി കാണേണ്ടിടത്ത് ഇത്തരം സങ്കുചിതമായ ഇതുമായി സമൂഹത്തിൽ ബോധപൂർവം വിദ്വേഷമുണ്ടാക്കുക, സ്പർദ്ധ വളർത്തുക എന്നുള്ള ലക്ഷ്യവുമായി, രാഷ്ട്രീയ ലക്ഷ്യവുമായി മുന്നിട്ടിറങ്ങുന്ന സ്റ്റാലിനെ പോലുള്ളവരെയാണ് ഇവിടെ ഒറ്റപ്പെടുത്തേണ്ടത്. തീർച്ചയായിട്ടും അത്തരം ഒരു സമീപനം തന്നെയാണ് കോടതിയിൽ ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാരെ തിരിച്ചറിയാനുള്ളൊരു അവസരവും കൂടിയാണ് കോടതി ഒരുക്കി കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും. നമസ്തേ.